അപ്പോൾ ഒരുപാട് നാളായിട്ട് അപ്ഡേറ്റ് ഇടണം എന്ന് വിചാരിച്ചിരുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇന്ന് അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൈമറി സ്റ്റെപ്പ് എന്ന് വേണം നമ്മളിവിടുത്തെ LAHNS ഹെയർ ആൻഡ് സ്കിൻ ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. ഞാൻ ഇവിടെ മുതൽ തന്നെ വീഡിയോ ഇടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം 90A എന്ന് പറയുന്ന ബസ്സിന് തൊട്ടിപ്പാളയം പിരിവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇറങ്ങേണ്ടത്. അവിടുന്ന് ഒരു 100 മീറ്റർ മാത്രമാണ് ഹോസ്പിറ്റലിലേക്ക്, അതായത് വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ് അവിടെ നിന്നുള്ളത്. അപ്പം ഓൺ ദ വേയിൽ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവർക്ക് ഞാൻ ഓൾറെഡി ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തതാണ്. അപ്പോൾ എത്ര ഗ്രാഫ്റ്റ് എടുക്കാൻ പറ്റും, എത്ര ഗ്രാഫ്റ്റ് എൻ്റെ തലയിൽ വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നാണ് പ്രാക്ടിക്കലി അറിയാൻ പറ്റുക. സോഫ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതിനകത്ത് പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് വരാൻ പറഞ്ഞുകൊണ്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ ഇവനും പ്രശ്നമുള്ളതാണെന്ന് പറഞ്ഞാൽ തലയിൽ മുടി കുറവുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതാണ് ഇപ്പോൾ ഉള്ള എൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 3000 to 4000 ഗ്രാഫ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് അത്രയും ഗ്രാഫ്റ്റുകൾ എടുക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു പോയിന്റിലാണ് നമ്മൾ പ്രാക്ടിക്കലി എങ്ങനെയാണ് അതിനുള്ള കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടി വന്നത്. കോയമ്പത്തൂരിൻ്റെ വിജനമായ വീതികളിലൂടെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോലീസുകാരോട് ചോദിച്ചപ്പോഴത്തേക്ക് ഈ ഡയറക്ഷനിലാണ് തൊട്ടിപ്പാളയം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 90A ബസ്സാണ് ഇവിടുന്ന് പിടിക്കേണ്ടത്. അതെ, 90A, ദാറ്റ് മീൻസ് 90A. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടത് അവിടെ ബസ് സ്റ്റോപ്പ് കാണുന്നുണ്ട്. അത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് വന്നിട്ട് നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാനുള്ള ബസ് 90A, ഇതിലാണ് നമ്മൾ പോകുന്നത്. അവിടെ റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. തിരക്കാണ് കേട്ടോ, നല്ല തിരക്കാണ്. അപ്പോൾ നമ്മളിവിടെ കയറുകയാണ്. അവിടെ തിരക്കാറുണ്ട്. വിളച്ചിലെടുക്കല്ലേ? അല്ലാത്ത വീഡിയോ എടുത്തിട്ട് നിൽക്കാക്ക. നല്ല തിരക്കാണ്ടോ. അപ്പോൾ സ്ഥലം എല്ലാവരും നല്ലപോലെ കണ്ടോ. ഇതാണ് ഇവിടെ ചെയ്യാൻ വരുന്നവരൊക്കെ ഇതാണ് സ്ഥലം. ഈ തൊട്ടിപ്പാളയം പിരിവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇറങ്ങേണ്ടത്. കണ്ടോ, ഇതൊക്കെയാണ് ലാൻഡ് മാർക്സ് ആയിട്ട് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് നിന്നാണ് റെയിൽവേ സ്റ്റേഷനിൽ ബസ് കൊണ്ട് നിർത്തുന്നത്. ഞങ്ങളുടെ ബസ് കുറച്ച് അങ്ങോട്ട് മാറ്റിയാണ് നിർത്തുന്നത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് നടക്കുന്നത്. പിന്നെ ഈ ഒരു ജംഗ്ഷനുണ്ട്, ഇവിടുന്ന് നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. കണ്ടോ, സ്ഥലം ഒന്ന് നോക്കി വെച്ചോ. ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ഞങ്ങളപ്പോൾ ഓൾമോസ്റ്റ് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞ് നമ്മുടെ മുന്നിൽ എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം അവിടെ നിന്നൊരു 20 മീറ്ററേ കാണുള്ളൂ. കണ്ടോ, അതെ ഇതാണ് സ്ഥലം. കണ്ടോ, ആ കാണുന്നതാണ് ബോർഡ് LAHNS എന്ന് കാണാം. നേരത്തെ ഇതിൻ്റെ പേര് HSN ഹോസ്പിറ്റൽ എന്നായിരുന്നു. അത് മാറ്റിയിട്ടാണ് ഇപ്പം ഈ LAHNS എന്ന് ആക്കിയേക്കുന്നത്. ഇതാണ് ഹോസ്പിറ്റൽ. നമ്മൾ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുത്തിട്ട് മേലോട്ട് കയറുകയാണ്. താഴെ ഇതിൻ്റെ സ്കിൻ കെയർ മാത്രമാണ്, മേളിലാണ് നമ്മുടെ ട്രാൻസ്പ്ലാന്റിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ. അതായത് ഹെയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ചെയ്തേക്കുന്നത്. നമ്മളപ്പോൾ പേരൊക്കെ എഴുതി വെച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്, ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കുറച്ച് പേരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഏകദേശം ഒരു 15 to 30 മിനിറ്റ്സ് ആകുന്നു കൺസൾട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കൺസൾട്ടിങ്ങിന് മാത്രമാണ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എൻ്റെയും ഇവൻ്റെയും മുടിക്ക് നമ്മൾ 2 അഭിപ്രായങ്ങളാണ് ആ ഡോക്ടർ നമ്മളോട് പറഞ്ഞത്. അവർ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഏകദേശം ഒരു 30 മിനിറ്റോളം നമ്മൾ അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കണ്ടീഷൻസ് വെച്ചിട്ട്, അതായത് നമുക്കിപ്പം എടുക്കാൻ പറ്റുന്ന ഗ്രാഫ്റ്റുകളുടെ എണ്ണം പുറകിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഇവർ പ്രൈവറ്റ് പാർട്സിൽ നിന്നൊക്കെ മുടി എടുക്കും. അതായത് നമ്മുടെ ബിയേഡിൽ നിന്നും നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ നിന്നൊക്കെ വരാൻ നമ്മൾ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ മുടി എടുക്കും. ഏകദേശം എൻ്റെ ഇപ്പോഴുള്ള കണ്ടീഷൻ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന മുടികളുടെ, അതായത് എടുക്കാൻ പറ്റുന്ന ഗ്രാഫ്റ്റുകളുടെ എണ്ണം മാക്സിമം 3000 ഗ്രാഫ്റ്റുകളാണ് പറഞ്ഞത്. ആ 3000 ഗ്രാഫ്റ്റ് എടുത്താൽ പോലും എൻ്റെ ഈ തലയുടെ ഈ ഭാഗത്ത് മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരുന്നത് എന്നോട്. അപ്പം നമ്മൾ ഒരു ഡിസിഷൻ എടുത്തിട്ട്, അതായത് നമ്മൾ നല്ലപോലെ ആലോചിച്ചിട്ട് മാത്രമേ ഇപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ
ആ ഡോക്ടർ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇതിനകത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, ആ ഓർമ്മയിൽ കിട്ടുന്ന. നമ്മൾ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെല്ലാം അവരോട് ചോദിച്ചു. അതിനുള്ള കറക്റ്റായിട്ടുള്ള ഉത്തരം നമുക്ക് അവിടെ നിന്ന് കിട്ടി. പിന്നെ ഒരു ബിസിനസ് പ്ലേസ് ആയിട്ട് എനിക്കത് തോന്നിയില്ല. കാരണം നമ്മുടെ രണ്ടുപേരുടെ കേസിലും അവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ നമുക്കിപ്പം നിർബന്ധമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഫ്രണ്ടിന് എന്തായാലും ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 3000 ഗ്രാഫ്റ്റ് എടുക്കണമെങ്കിൽ പോലും നമ്മുടെ താടി, പിന്നെ പ്രൈവറ്റ് പാർട്സും, പിന്നെ ഈ ബാക്ക് സൈഡിൽ നിന്നൊരു 1500 ഗ്രാഫ്സൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ കൂടി ഇവരാദ്യം നമ്മുടെ മുടി, അതായത് തലമുടി, ബാക്കിയുള്ള മുടികളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കിയ ശേഷം റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുകൂടെയാണ് പറഞ്ഞത്. പിന്നെ അത് നമുക്ക് ആദ്യം ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യണോ, അതോ ആദ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ട് പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ അവിടുന്ന് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് അത് വീട്ടിലൊന്ന് എത്തിയിട്ട് നമുക്ക് സമാധാനമായിട്ട് പറയാം.